എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്ര മുറിയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആര്യൻ അങ്ങോട്ടേക്ക് വരുന്നത്. ആര്യം വന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്താ ആലോചിച്ചുകൊണ്ടിരിക്കണേ, കിടന്നുറങ്ങണില്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടത് മിത്ര പറഞ്ഞു, എന്താ ആരിന്റെ ഉറക്കത്തിന് ഞാൻ ശല്യമായോ? ഞാൻ ശല്യമായിട്ട് വന്നില്ലല്ലോ, ആരിനെ കിടന്ന് ഉറങ്ങാലോ എന്ന് പറയണം. ഇത് കേട്ടതും ആര്യം വന്നിട്ട് എന്ത് ചെയ്യുവാണ്, ബെഡ്ഷീറ്റും താഴെ വിരിച്ച് ആര്യം കിടക്കാണ്ട് തുടങ്ങണം. അപ്പോഴേക്കും മിത്ര അങ്ങോട്ട് വന്നിരുന്നു. മിത്ര വന്നു കഴിഞ്ഞ് ഇങ്ങനെ ആരിന്റെ നേരെ നോക്കി കഴിഞ്ഞപ്പോ ആര്യം പറഞ്ഞു, എന്ത് പറ്റി ഇങ്ങനെ നോക്കണെന്ന് ചോദിക്കുക. ഒന്നുമില്ല, എന്തോ കാര്യമായിട്ടുണ്ടല്ലോ എന്ന് പറയണം. അതിന് ഞാൻ തന്നും പറഞ്ഞില്ലോ ഹരിയാന്ന് പറയാ. എനിക്ക് മനസ്സിലായി, ഈ മുഖം കണ്ട അറിയാൻ പല്ലേ, മുഖം മനസ്സിന്റെ കണ്ണാടി എന്നല്ലേ പറയണേ. എന്തോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായി. ഇത് കേട്ടത് മിത്ര പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞ ഉടനെ ആര്യൻ അങ്ങോട്ട് ഒന്ന് കിടക്കുവാണെന്ന് ചോദിക്കണം. അല്ല പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ആര്യൻ എന്നോട് ഒന്നും പറയാനില്ലേന്ന് ചോദിക്കുകയാണ്. എന്ത് പറയാനായിട്ട്, ഞാനിപ്പോ എന്താ പറയണ്ടേ, എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ലെന്ന് പറയാം. ഇത് കേട്ടത് മിത്രയ്ക്ക് ആകെപ്പാടൊരു വിഷമമായി. ഇത് പിന്നീട് ആര്യം പറഞ്ഞു, ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ ശല്യമായല്ലോ എന്ന് അങ്ങനെ പറഞ്ഞാലോ എന്ന് വിചാരിച്ച ഞാൻ അങ്ങോട്ട് കയറി കിടന്നേക്കാന്ന് വെച്ച് നമ്മൾ ആർക്ക് ശല്യം ആവുന്നില്ല എന്ന് പറയാ. ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു, ആര്യ അത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ എന്ന് പറയണം. ഞാൻ അങ്ങനെ പറഞ്ഞു ഓർത്തോണ്ട് ആര്യം ദുഷ്ടനും ഒക്കെ ആവുമോ? ആര്യം എന്ന് വെച്ചാൽ അത്രമാത്രം ദുഷ്ടനൊക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് ശല്യം ആവാൻ പാകത്തിന്. ഓഹോ അങ്ങനെയാണോ? അപ്പോഴേക്കും ആര്യൻ അങ്ങോട്ട് കിടക്കുവാണ്. പെട്ടെന്ന് മിത്ര ചോദിച്ചു, ആര്യ എന്താ ആര്യ ഒന്നും മിണ്ടാത്തെന്ന് ചോദിക്കാം. ഞാൻ വലിയ ശല്യമാന്നല്ലേ പറഞ്ഞേ, അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്നേക്കാന്ന് പറയാം. മിത്രയ്ക്ക് സങ്കടമായിപ്പോയി. മിത്ര അവിടെ നിന്ന് കരയുവാണ്. പെട്ടെന്ന് ആരും ചോദിച്ചു, എന്തിനാ കരയണേന്ന് ചോദിക്കുക. അല്ല ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ഞാൻ ശല്യമാന്ന് അങ്ങനെ ഒരു രീതി പറഞ്ഞല്ലെന്ന് പറയും. അതിനാണോ കരയണേ? കരയേണ്ട കാര്യമൊന്നുമില്ല. ഇതേ വെറുതെ ഇങ്ങനെ കരഞ്ഞ് കണ്ണീര് കളയേണ്ട കാര്യമില്ല, സന്തോഷമായിട്ടിരിക്കാൻ പറയാണ്. ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു, ആര്യ എനിക്ക് ആര്യനെ എത്രമാത്രം ഇഷ്ടമാണെന്ന് ആര്യനെ അറിയാലോ. പിന്നെ ആര്യൻ എന്തിനാ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് എപ്പോഴും എന്നോട് വഴക്കടിച്ചോണ്ടിരിക്കണേ, അതിന്റെ കാര്യമുണ്ടോന്ന് ചോദിക്കാം. ആര്യം പറഞ്ഞു, എന്ത് ചെയ്യാനാന്ന് പറ, എന്റെ സ്വഭാവം അത് അങ്ങനെ ആയിപ്പോയി. ഇനി അത് പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല. അല്ല നിനക്ക് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ. അല്ല ഇന്നത്തെ കല്യാണത്തെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു പറയണം. കല്യാണത്തെക്കുറിച്ചോ? അതെ. ഇല്ല ഇന്ന് മെഹന്തി ഹൽദിയും കാര്യങ്ങളൊക്കെ നടന്ന സമയത്തെ അപ്പൊ അതിനെക്കുറിച്ചൊക്കെയായിരുന്നു ഞാൻ ചിന്തിച്ചതെന്ന് പറയണം. ഓ അങ്ങനെ. അപ്പൊ നമ്മുടെ ആയിരുന്നെങ്കിലോ, ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയണം. അങ്ങനെയുള്ള ചിന്തകളൊക്കെ നിന്റെ മനസ്സിലുണ്ട്. പിന്നല്ലാതെ നിങ്ങൾ ആണുങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലായിരിക്കും, പക്ഷെ ഞങ്ങൾ പെണ്ണുങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു, പിന്നെ ആണുങ്ങൾക്ക് അങ്ങനെ ഇല്ല പോലും, ആണുങ്ങൾക്കും അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ കാണുമായിരിക്കും. പക്ഷെ എനിക്കിവിടെ സന്തോഷം എന്താണെന്നറിയോ, ആനന്ദേന്റെ അല്ലേ ചടങ്ങ് നടന്നേ. ആനന്ദേന്റെ ചടങ്ങിന് ഇത്ര നല്ല കാര്യങ്ങളൊക്കെ നടക്കാന്ന് പറഞ്ഞാൽ അതെനിക്ക് സന്തോഷം തരുന്ന കാര്യമല്ലേന്ന് ചോദിക്കും. പക്ഷെ എന്നാലും ചടങ്ങുകളൊക്കെ ഗംഭീരമായിരുന്നു. ആ കേക്ക് ചാടിപ്പോയത് ഇത്രയും ബുദ്ധിമുട്ടായി, എന്തോ ഒരു അപശകുനം പോലെ. ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. എന്നാലും തുടക്കത്തിൽ തന്നെ ഒരു കല്ലുകടി ആയല്ലോ. ആ കേക്ക് താഴെ പോയത് ഓർത്തിട്ട് എനിക്കൊരു വിഷമമുണ്ട്, എന്തോ ഒരു ദുശകനം പോലെ എനിക്ക് തോന്നുന്ന മിത്രമുള്ള കാര്യങ്ങളൊക്കെ ആര്യനോട് തുറന്നു പറയാണ്. ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു, അതെ അതിനകത്ത് വലിയ കഥയൊന്നുമില്ല, ആ കേക്ക് ചാടിപ്പോയത് ദുശകനമായിട്ട് എനിക്ക് തോന്നില്ല, അങ്ങനെ സംഭവിച്ചു. അതിനെ ഓർത്ത് ഇനി ഇപ്പൊ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, നല്ല ക്ഷീണം തോന്നുന്നു, ഞാൻ കിടന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. എന്നും പറഞ്ഞിട്ട് ആര്യൻ അങ്ങോട്ട് പോയി കിടക്കുമ്പോൾ മിത്ര പിന്നീട് എഴുന്നേറ്റ് പോവാണ്. ഈ സമയം മീനാക്ഷി ഇങ്ങനെ ഭയങ്കര ആലോചനയിൽ ഇരിക്കുകയാണ്. അപ്പോഴേക്കും പാത്തും പതുങ്ങി ആകാശം അങ്ങോട്ടേക്ക് വരുവാണ്. ആകാശം നോക്കി മീനാക്ഷി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് മീനാക്ഷിയുടെ നെറ്റിയിലേക്ക് ഒരു ഉമ്മ വെക്കാനായിട്ട് അങ്ങോട്ട് വരുവാണ്. പെട്ടെന്ന് ആ സമയത്ത് മീനാക്ഷി ഇങ്ങോട്ട് പൊങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആകാശിന്റെ മൂക്കിടിച്ചു. മൂക്കിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആകാശിന് വേദന എടുത്തു. എടി നീ എന്നെ കൊല്ലാൻ തുടങ്ങുവാണെന്ന് ചോദിക്കണം. ഈ സമയത്ത് മീനാക്ഷി പറഞ്ഞു, എടാ ദുഷ്ട, നീ എന്ത് പരിപാടി കാണിക്കാൻ വന്നിരിക്കും? ദുഷ്ടനോ ഞാനോ? ഞാൻ നിന്റെ ഭർത്താവാടിന്ന് പറയും. പിന്നെ ഒരു ഭർത്താവാണ് പോലും. ഇവിടെ ഞാൻ ഓരോന്ന കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചോദിക്കും. പിന്നെ ഇതിനൊക്കെ അതിന് നേരോ സമയം ഉണ്ടോ എന്ന് ചോദിക്കാം. പിന്നെ നേരോ സമയമില്ലാതെ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശിന് ഒന്നുകൂടെ ഇത് തോന്നി. ആകാശ് പെട്ടെന്ന് മീനാക്ഷിനെ കെട്ടിപ്പിടിച്ച് ഉമ്മാക്കാൻ തുടങ്ങുകയാണ്. വേണ്ട വേണ്ട, ഒരടിയും കൂടെ നീങ്ങി നിന്നാ മതി, ഇമാതിരി കലാപരിപാടികളായിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ടെന്ന് പറയണം. എന്താ മീനു നീ ഇങ്ങനെയെന്ന് ചോദിക്കാം. പിന്നല്ലാതെ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, ഇമാതിരി കലാപരിപാടികളൊക്കെ ഇപ്പൊ വേണ്ടാന്ന്. അതൊക്കെ വേണമെങ്കിലേ നിങ്ങളുടെ അച്ഛന് എന്നെ നിങ്ങളുടെ ഭാര്യയായിട്ട് നാലാള് കേക്കെ പറയണം, അല്ലെങ്കിൽ അംഗീകരിക്കണം, എങ്കിൽ മാത്രമേ അതൊന്നും നടക്കുള്ളൂ എന്ന് പറയും. ഓ എന്റെ ദൈവമേ, എന്തൊരു കഷ്ടകാല സമയമാണ് എന്തോ എന്ന് പറയണം. ആ സമയം മീനാക്ഷി പറഞ്ഞു, അതെ ആകാശേട്ടാ, ഞാനിപ്പോൾ ആലോചിച്ച എന്താണെന്നറിയാവോ? എന്ത് കാര്യം? ഇന്ന് ആ കേക്കൊക്കെ താഴെ വീണില്ലേ, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമായിരുന്നു പറയണം. കേക്ക് താഴെ വീണേന് നീ എന്തിനാ ചിന്തിക്കണേ? അത് പിന്നെ എനിക്കെന്തോ അത്ര സുഖകരമായിട്ട് തോന്നില്ല.
മെഹന്തിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഹൽദിയൊക്കെ വരുമ്പോൾ എന്തായിരിക്കും, ഇതിനേക്കാളും കൂടുതൽ എന്തോ വരാനുള്ള പോലെ ഒരു തോന്നൽ എൻ്റെ മനസ്സിലേക്ക് വരുവാന്ന് പറയണം. ആകാശ് ചോദിച്ചു, നീ എന്തൊക്കെയാ മിനു പറയണമെന്ന് നിൽക്കുക. അതെ ആകാശേട്ടാ, എന്തൊക്കെയോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്ന ഒരു തോന്നൽ വരുന്ന പോലെ എൻ്റെ മനസ്സിനകത്ത്. ഇത് കേട്ടപ്പോൾ ആകാശ് ഒരു ദൈവമേ, ആനന്ദയുടെ നല്ലൊരു ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു, നല്ലൊരു പെൺകുട്ടി ആ ജീവിതത്തിലേക്ക് വന്നാൽ മതിയായിരുന്നൊക്കെ ആകാശ് പറയാണ്. ഈ സമയം ഉദയഭാനും ശ്രീകല ഭയങ്കര സന്തോഷത്തിലാണ്. ശ്രീകലയോട് ഉദയഭാനു പറഞ്ഞു, നല്ല ഗംഭീരമായിട്ട് ചടങ്ങുകളൊക്കെ എന്നെ കഴിഞ്ഞല്ലേന്ന് ചോദിക്കുകയാണ്. അതെ, ഇനിയിപ്പം മെഹന്തി ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കണേന്ന് പറയണം. ആ സമയം ശ്രീദേവി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷെങ്കിൽ എന്തോ ആ കേക്ക് താഴെ വീണതൊരു ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തോ വരാൻ പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള സൂചനയായിട്ട് എനിക്ക് തോന്നിയെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ശ്രീകല ഒന്നും മിണ്ടായിരിക്കടി, അവളുടെ ഒരു അന്ധവിശ്വാസം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. ഉദയഭാനു പറഞ്ഞു, അത് ശരിയാ, അതിലൊന്നും വലിയ കഥയൊന്നും ഇല്ല മോളെ. ആ കേക്ക് ചാടി നിർത്തപ്പോൾ എന്താ കുഴപ്പമിരിക്കണമെന്ന് ചോദിക്കുക. ശ്രീവിദ്യ പറഞ്ഞു, എനിക്കും എന്തോ ഒരു നല്ലതായിട്ട് തോന്നില്ല, എന്തോ ഒരു ദുസൂചന പോലെ എനിക്ക് തോന്നിയെന്ന് പറയണം. ഓഹോ, അപ്പൊ നീ എന്താ അവൾ പറയുന്നതിനനുസരിച്ച് അവൾ കൊപ്പാരി പാടിക്കൊണ്ടിരിക്കുകയാണോ? അപ്പൊ അവളുടെ മനസ്സിലേക്ക് ഓരോന്ന് പറഞ്ഞ് എരിപൊരി കയറ്റി കൊടുത്തു. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ വിദ്യ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിദ്യേനെ വഴക്കു പറയാണ്. ആ സമയം വിദ്യ പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ, ഞാൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഓശാന പാടിയതൊന്നും അല്ല, അറിയാലോ, അവളുള്ള കാര്യം പറഞ്ഞെന്ന് പറയണം. ശ്രീദേവി പറഞ്ഞു, ഒരു പക്ഷേങ്കില് നമ്മളിങ്ങനെ ചതിക്കുക എന്നുള്ള കാര്യങ്ങൾ ആനന്ദേട്ടൻ്റെ വീട്ടിലറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അപ്പൊ അതുപോലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങളാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു ദുസ്സൂചന നമുക്ക് കിട്ടിയത്. കല്യാണത്തിന്റെ ആദ്യ ദിവസം തന്നെ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചില്ലെന്ന് ചോദിക്കും. ഇത് കേട്ടപ്പം ശ്രീകല പറഞ്ഞു, ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ, മനുഷ്യന് സമാധാനം കളയാനായിട്ട് അവളങ്ങ് തുടങ്ങിയെന്ന് പറയണം. അപ്പോഴാണ് പുറത്ത് ആരോ വരുന്ന ശബ്ദം കേട്ടെ. ഉദയഭാനു ശ്രീകലയും കൂടെ അങ്ങോട്ട് ചെല്ലുവേണം. അങ്ങനെ അവരങ്ങ് ചെല്ലും നോക്കുമ്പം കാണുന്ന കാഴ്ച പലിശക്കാരൻ രമേശനും പിന്നെയുള്ളത് ശ്രീകലയുടെ അമ്മാവൻ. അയാളുടെ സ്ഥലമൊക്കെ എടുത്ത് പണയത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. ആധാരമൊക്കെ മേടിച്ചിട്ട് ഉദയഭാനു ശ്രീകലയും കൂടിയിട്ട് അയാളും പിന്നെ വേറെ 1-2 പേരും കൂടെയാണ്. അവർക്കെല്ലാം പൈസ കൊടുക്കാനുണ്ട്. അവരാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഉദയഭാനു ശ്രീകലൻ ഞെട്ടി. ആഹാ, ഇതാരെല്ലാരും ഉണ്ടല്ലോ, എന്ത് പറ്റി അമ്മാവാന്ന് ചോദിക്കാം. എന്ത് പറ്റിയെന്നോ, പറ്റാൻ ഇനിയൊന്നും ഇല്ല, മര്യാദയ്ക്ക് എന്റെ സ്ഥലത്തിന്റെ ആധാരം എടുത്ത് തന്നേക്കണമെന്ന് പറയാം. അത് പിന്നെ അമ്മാവ അറിയാടി കാര്യങ്ങളൊക്കെ അറിഞ്ഞു പറയാ. അല്ല അമ്മാവൻ എന്തിനാ ഇവരെല്ലാരും കൂടെ കൂട്ടിക്കൊണ്ട് വരുന്നേ? ഇവരെല്ലാരും കൂടെ കൂട്ടിക്കൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അമ്മാവൻ ഒറ്റയ്ക്ക് വന്നാൽ പോരാനും ചോദിക്കും. എടി, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാ വരുന്നേ, പക്ഷേക്കുണ്ടല്ലോ ഇവർക്കെല്ലാം പൈസ കൊടുക്കാണ്ട്. നീയൊക്കെ നിന്റെയൊക്കെ ചതിയുണ്ടല്ലോ ഇപ്പോഴല്ലേ എനിക്കൊക്കെ മനസ്സിലായെന്ന് പറയണം. മര്യാദയ്ക്ക് പൈസയും അതിന്റെ പലിശയും കൂടി എടുത്തണം, അല്ലെങ്കിൽ ഇവിടുന്ന് ഞാൻ പോവില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഉദയഭാനു പറഞ്ഞു, അമ്മാവ ഇങ്ങനെ പുറത്ത് നിന്ന് സംസാരിക്കില്ലേ, അകത്തേക്ക് കയറി വരാൻ പറയണം. അകത്തേക്ക് കയറിയിട്ട് സൽക്കാരം ഒന്നും വേണ്ട, അറിയാം എനിക്ക് കാര്യങ്ങളൊക്കെ. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാല് നിന്റെ മോളുടെ കല്യാണമല്ലേ, ഭയങ്കര മെഹന്തിയായിട്ട് ഹൽദിയായിട്ട് 3-4 ദിവസത്തെ ആഘോഷമാണെന്ന് കേട്ടല്ലോ. അപ്പൊ അതിനൊക്കെ പൈസ വേണ്ടേ? കല്യാണം നടത്തുന്ന ആരാ? പെൺവീട്ടുകാരല്ലേ കല്യാണം നടത്തുന്നേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിന്റെ കയ്യിലേക്ക് ഇഷ്ടം പോലെ പൈസ കാണുമല്ലോ, ആ പണമൊക്കെ എടുത്തു തരാൻ പറയണം. ഇത് കേട്ടപ്പോൾ ഉദയഭാനു പറഞ്ഞു, ദേമാവ ഇങ്ങനൊന്നും പറയല്ലേ, ഞങ്ങളുടെ ഈ പൈസയൊന്നും ഇല്ലാന്ന് പറയണേ. ആരോടാടെ കള്ളത്തരം പറയണേ? പൈസ ഇല്ലാതെ ആണ്ടാ നീ കല്യാണം നല്ല ഗംഭീരമായിട്ട് നടത്താൻ പോകുന്നേ. നിന്റെ ഊടായ്പ പരിപാടിയൊക്കെ മനസ്സിൽ വെച്ചാൽ മതി എന്നും പറഞ്ഞ് അവരകത്തേക്ക് കയറുവാണ്. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകല പറഞ്ഞു, അമ്മാവ കുറച്ച് ദിവസമോടെ ക്ഷമിക്കാൻ പറയാണ്. കുറച്ച് ദിവസം കൂടെ ക്ഷമിക്കണം. എത്ര ദിവസം? എനിക്കിനി ഒരു 10-30 വർഷം കൂടെ ഞാൻ കൂടിപ്പോയി ജീവിച്ചിരിക്കും. ആ 30 വർഷം അത് മതിയോ നിനക്ക് സമയം? അത്ര സമയം മതിയോന്ന് ചോദിക്കാം. അത്രയൊന്നും വേണം ഉദയഭാനു പറയാം. എടാ, ഞാനൊന്നും പറയുന്നില്ല, എൻ്റെ വായിക്കകത്ത് നല്ല വിളിച്ചു വരുന്നുണ്ട്, ഞാനങ്ങോട്ട് വിഴുങ്ങുവാന്ന് പറയണം. അപ്പോഴേക്കും ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് ശ്രീദേവിക്ക് ആപ്പാ ടെൻഷനായി. ശ്രീദേവി ശ്രീവിദ്യയോട് പറഞ്ഞു, ഞാൻ ആനന്ദനെ വിളിക്കാൻ പോവാ, ആനന്ദനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പോവാ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. ശ്രീവിദ്യ പറഞ്ഞു, വേണ്ട ചേച്ചി എന്ന് പറയണം. വേണോ വേണ്ടതെന്നൊക്കെ ഞാൻ തീരുമാനിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവി ഫോൺ എടുത്തിട്ട് ആനന്ദിന്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. ഈ സമയം ആനന്ദ് ഒരു മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആകാശം അങ്ങോട്ടേക്ക് വന്നു. എന്താ ആനന്ദേട്ടാ, ഭയങ്കര ഹാപ്പി മൂഡാണല്ലോ എന്ന് പറയണം. ഒന്നും ഇല്ലടാന്ന് പറയണം. അപ്പോഴേക്കും ഫോൺ ബെല്ലടിച്ചു. ഞാൻ നോക്കട്ടെ ആരാന്ന് എന്നും പറഞ്ഞ് ആകാശ് ചാടി കോളെടുത്തു. ആഹാ, ദേവിയാണല്ലോ. അപ്പൊ ദേവി ശ്രീദേവി എന്നൊക്കെ ഒരു പാട്ടൊക്കെ പാടുവാണ് ആകാശ്. ഈ സമയത്ത് ആനന്ദ് പറഞ്ഞു, എടാ ഫോണിങ് തരാൻ പറയണം. ഫോൺ തരാം, സാടാ ഇങ്ങോട്ട്, അവൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലെന്ന് പറയണം. അങ്ങനെ ഫോൺ കൊടുത്തു. ഹലോ പറയണേ. എന്താ ദേവി ഈ സമയത്ത് എന്താ വിളിച്ചെന്ന് ചോദിക്കുക. ശ്രീദേവിക്ക് ആകെപ്പാടൊരു പരിഭ്രമമായിരുന്നു. ശ്രീദേവി പെട്ടെന്ന് പറഞ്ഞു, ആനന്ദേട്ടാ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, എന്തെങ്കിലും കാരണവശാല് ഈ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആനന്ദേട്ടൻ എന്നെ ഉപേക്ഷിക്കുമെന്ന് ചോദിക്കുക. ഇത് കേട്ടോ ആനന്ദ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്താ ദേവിക്ക് ഇത് എന്ത് പറ്റി? ദേവിക്ക് ആ പട വിഷമമുണ്ടല്ലോ, കാര്യം എന്താന്ന് ചോദിക്കുക. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ, എന്തേലും കാര്യത്തിൽ ഈ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആനന്ദേട്ടൻ എന്നെ ഉപേക്ഷിക്കുമെന്ന് ചോദിക്കുക. ഇത് കേട്ടതോ ആനന്ദിനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല.
ആനന്ദ് പെട്ടെന്ന് ആകാശിനോട് എടാ ദേവി എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പം ആകാശ് പറഞ്ഞു ഉപേക്ഷിക്കില്ല എന്ന് പറ, എന്ത് വന്നാലും. അതിപ്പോ കാര്യം എന്താണെന്നറിയാതെ എങ്ങനെയാടാ പറയണേ? എന്റെ ഏട്ടാ ഇതൊക്കെ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവം, ഉപേക്ഷിക്കില്ല എന്ന് പറ. ആ ഉപേക്ഷിക്കില്ല ദേവി, ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് പറയാം. ഓ ഇപ്പോഴേ എനിക്കൊരു സമാധാനം. ഇത് എന്ത് പറ്റിയതാ ദേവി? ദേവിക്ക് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കും. ഇല്ല ഞാൻ ചോദിച്ചാന്ന് പറയാണ്. എനിക്കെന്തോ ഒരു പേടിയാവുന്നുണ്ട് ആനന്ദേട്ടാ, ഈ കല്യാണം മുടങ്ങി പോവെന്നൊക്കെ. അപ്പോഴേക്കും ശ്രീകല അങ്ങോട്ട് വന്ന് ശ്രീദേവിയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി കട്ടാക്കുവാണ്. നീ എന്താടി പറഞ്ഞേ? അപ്പൊ നീയെല്ലാം വിളിച്ചു പറയാണ്ടിരിക്കുവല്ലേ, എടി നശൂരം പിടിച്ചോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീദേവിനെ അടിക്കാനായിട്ട് കൈ ഓങ്ങുവാണ്. ആ സമയം ശ്രീദേവി പറഞ്ഞു അതിന് ഞാൻ വേറൊന്നും പറഞ്ഞില്ലമ്മേ. എന്നെ ആനന്ദേണ്ണ ഉപേക്ഷിക്കുമെന്ന് ഞാൻ ചോദിച്ചാൽ ഈ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആനന്ദേണ്ണ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞു. ആ ഒരു ഉറപ്പ് എനിക്ക് കിട്ടണമായിരുന്നു, അതിനു വേണ്ടി ഞാനിപ്പോ വിളിച്ചതെന്ന് പറയാണ്. അറിയാലോ നമ്മുടെ അവസ്ഥ എന്താന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ഈ സമയം ആനന്ദ് പറഞ്ഞു എടാ ആകാശെ കോള് കട്ടായെന്ന് പറയണം. അവൾക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല, അവൾ ഇങ്ങനെ വിളിച്ചു വെച്ചിട്ട് കോള് കട്ടായെന്ന് പറയാം. എന്റെ ആനന്ദേട്ടാ ഇതൊക്കെ ആനന്ദേട്ടൻ ആദ്യമായിട്ടാ. അതല്ലടാ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനൊന്ന് വിളിക്കട്ടെ, എനിക്ക് ആ ടെൻഷനാന്ന് പറയണം. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെയാ പെണ്ണുങ്ങള്. അവരിങ്ങനെ വിളിച്ചു ചോദിക്കും എന്നെ ഉപേക്ഷിക്കുമെന്ന് ചോദിക്കും. ഇല്ല എന്നങ്ങ പറഞ്ഞേക്കണം. ചിലപ്പോൾ ഇച്ചിരിയുമ്പോൾ ചോദിക്കും അതെ ഞാൻ സുന്ദരിയാണെന്ന് ചോദിക്കും. അപ്പൊ പറയണം നീ ആ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി, നീ അല്ലാതെ വേറെ ആരും ഇല്ലെന്ന് പറയണം. ഇതൊക്കെ പെണ്ണുങ്ങളുടെ നേച്ചറാ, ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാടാന്ന് ചോദിക്കും. പിന്നെ ഇതൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുള്ളതല്ലേ, എത്ര കണ്ടേക്കുന്നു. പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെ പല സംഗതികളും സംഭവങ്ങളും വേണമെന്നൊക്കെ പറയണം. എനിക്ക് മാത്രമല്ലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, ഇപ്പോഴും ഞാൻ അങ്ങനെയല്ലേ എനിക്കെന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ ആനന്ദിന് സമാധാനമായി. എല്ലാത്തിനും ഒരു ഉപദേശം തരാനായിട്ട് ഇവന് കൂടെ ഉണ്ടല്ലോ എന്നൊരു ചിന്ത വരുവാണ്. പിന്നീട് ശ്രീദേവിയോട് ശ്രീകല പറഞ്ഞു ഒരു കാര്യം പറഞ്ഞേക്കാം, എന്തെങ്കിലും അവനോട് വാവിട്ട് പറഞ്ഞാണ്ടല്ലോ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. ഈ സമയം ശ്രീദേവി പറഞ്ഞു അമ്മ എന്റെ കയ്യെന്ന് വിട്ടേ, ഞാൻ അങ്ങ് ചെല്ലട്ടെ എന്ന് പറയണേ. അങ്ങോട്ട് കണ്ടില്ലേ അച്ഛൻ അവരെല്ലാം കൂടെ പൊടിച്ചടിക്കൊണ്ടിരിക്കണേ പൈസയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലാം, ഞാൻ അങ്ങോട്ട് ചെന്ന് കാര്യങ്ങൾ പറയാന്ന് പറയാം. നീ എന്ത് പറയാനാ പോന്നേ? പൈസ കൊടുക്കാനില്ലെന്നോ? അമ്മ എന്റെ കയ്യേന്ന് വിട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാം. ദേ ദേവി വേണ്ട കേട്ടോ എന്ന് പറയണം. പിന്നല്ലാതെ ഇങ്ങനെയൊക്കെ ചതിയും വഞ്ചന നടത്തിയിട്ട് എനിക്ക് ഈ കല്യാണമൊന്നും വേണ്ട, എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് ബലമായിട്ട് ശ്രീകലയുടെ കൈയും പിടിവെച്ച് ശ്രീദേവി അവരുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണേ. അപ്പൊ ഇത്ര ലേറ്റ് ആയിട്ട് ഇടുന്നതെന്ന് വെച്ചാൽ കാരണം ബാക്കി എല്ലാവരുടെയും വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേനും കുറച്ച് സമയം ലേറ്റ് ആവട്ടോ. അതാ ഈ സമയത്ത് വീഡിയോസ് ഒക്കെ ഇടുന്നത്. ഇനിയാണെങ്കിലും ഇഷിതയുടെ മഹേഷിന്റെ ഉണ്ണിമോളുടെ അയ്യപ്പസ്വാമിയുടെ എല്ലാവരുടെയും വിശേഷം ഉണ്ട് കേട്ടോ. അതൊക്കെ പറയെ ഇടാട്ടോ. അപ്പൊ അതും കൂടെ മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട്